ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ കയ്യിൽ ഞാൻ വരച്ച കുറേ എന്താ പറയുക ഡ്രോയിങ്സ് ഉണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾക്ക് ചില കഥകളുണ്ടെന്ന്. ആ കഥകൾ വേണമെന്ന് ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് അതെങ്ങനെ വന്നിട്ടുള്ളതെന്നുള്ള ആ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ഡ്രോയിങ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഈ കഥ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കഥ, മീൻസ് ചിത്രത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചിത്രം ഇതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഒരു KSRTC ബസ്സിൽ ഒരു കുട്ടി പോകുന്ന ഒരു ചിത്രം. ഇത് ലിറ്ററലി ഞാനാണ്. ഞാൻ PGക്ക് പഠിക്കുന്ന സമയം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നീലേശ്വരത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് KSRTC ബസ്സാണ് നീലേശ്വരത്ത് നിന്ന് എനിക്ക് 15 രൂപയ്ക്ക് ഞാൻ അധികവും ചൂസ് ചെയ്യാറുള്ളത്. പാസ് ഉണ്ട്, അതിന് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പോകണം. പക്ഷെ നമുക്ക് KSRTC ബസ്സിൽ പോകാൻ പാസ് ഉണ്ടാവില്ല. എന്നാൽ പോലും ഫുള്ള് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആ യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ KSRTC ബസ്സിൽ പോകും. ഒരു ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് വേറെ ലെവൽ സുഖമാണ്. നിങ്ങൾ ഇതുപോലെ KSRTC ട്രാവൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കമന്റ് ബിലോ. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇത് ഞാൻ വരച്ചിട്ടുള്ളത് എൻ്റെ അടുത്തറിയാവുന്ന ആളെ കാര്യം പേരൊന്നും ഞാൻ പറയുന്നില്ല. അടുത്തറിയാവുന്ന ഒരാൾ ഒരു അസുഖമായി സഫർ ചെയ്യുന്നുണ്ടായപ്പോൾ അവരുടെ ലൈഫിൽ ഒരു എന്താ പറയുക ഗുഡ് ഡ്രീംസ് വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതാണ് ഈ ഡ്രീം ക്യാച്ചർ. നല്ല ഡ്രീംസ് മാത്രം ഇവർക്ക് കിട്ടട്ടെ എന്നുള്ളത്. ഈ ഐ ഷാഡോ കളേഴ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു, ആണ് ഇപ്പോഴും സ്റ്റിൽ. അപ്പോൾ അതിന് ആ ആൾക്ക് ഒരു ഡെഡിക്കേഷൻ പോലെ വരച്ചിട്ടുള്ളതാണിത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇത് അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടായപ്പോൾ എനിക്ക് ആ സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എനിക്ക് ഒരു ഊഞ്ഞാൽ കെട്ടി തന്നു വീട്ടിൽ. അത് ഏത് പ്രായം എന്ന് അറിയിക്കണം. ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന ടൈം, ബേബിയൊന്നുമില്ല, എനിക്കൊന്നൊരു വർഷം ആ ടൈമിൽ ഞാൻ പോകുമ്പോൾ എനിക്കൊരു ഊഞ്ഞാൽ കെട്ടി തന്നു. ആ ഊഞ്ഞാൽ കെട്ടിയപ്പം ആ സന്തോഷത്തിൽ ആ ദിവസത്തെ മെമ്മറിക്ക് വേണ്ടി ഞാൻ വരച്ച ഒരു ഇതാണ്. ഇതിന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഇതിനൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെൻ്റെ ഈ ജന്മത്തിലെ എൻ്റെ നടക്കാത്തൊരു സ്വപ്നമാണ്. ഇത് ലോങ് ഹെയർ. എൻ്റെ എല്ലാ ചിത്രവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ലോങ് ഹെയർ, അതിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ലോങ് ഹെയർ മസ്റ്റാണ്. എൻ്റെ ഈ ജന്മം എനിക്ക് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് ലോങ് ഹെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോങ് ഹെയർ. പക്ഷേ അതുപോലെ നല്ല ഹെയർ പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ഹെയർ. ഞാനിത് കട്ട് ചെയ്ത് കളയുന്നത് എപ്പോഴും പ്രോബ്ലംസാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നടക്കാത്ത ഡ്രീമാണിത്. ഞാൻ അങ്ങനെ വിചാരിച്ച് വരച്ചില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെയും കുറേ ഉണ്ട്. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അക്യൂറിയംസ് ഉണ്ട്, അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആക്കിയത്. ഇതൊരു ഇൻവേർട്ട് ആർട്ടാണ്. ഇത് നമ്മൾ എന്താ പറയുക അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കഥകളൊന്നും ഇല്ല. പിന്നെയുള്ളത് ഇതാണ്. ഇതിനൊരു കഥയൊന്നുമല്ല. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഇതെൻ്റെ ബ്രദറാണ്. ഇതെൻ്റെ ബ്രദർ ഗൾഫിൽ ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ വരച്ചതാണ്. ഞാൻ പറഞ്ഞില്ല, കോവിഡ് സമയത്താണ് എനിക്ക് ഈ 100 ദിന വരങ്ങളുണ്ടായത്. ആ ടൈമിലാണ് ഇത് വരച്ചത്. എൻ്റെ ബ്രദർ ഗൾഫിൽ ഉണ്ടാകുന്ന ടൈമിലാണ് ഞാനിത് വരച്ചത്. ഇത് ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആളുടെ പേര് സുനിൽ എന്നാണ്. അപ്പോൾ ഇവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. ഇവരുടെ വീഡിയോസ് മറ്റേ ടിക്ടോക്ക് വീഡിയോസൊക്കെ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് വൈറലായ സമയത്ത് അവരുടെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരും. അങ്ങനെ മേഡൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് അവരെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞാനൊരു ദിവസം എന്തോ ഒരു ചാറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹം തോന്നി. അങ്ങനെ വരച്ചൊരു ഒരു ചിത്രമാണിത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചിത്രങ്ങളിൽ ലോങ് ഹെയർ മസ്റ്റാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ഒരു 100 ദിന വരകളുള്ള ചിത്രമാണിത്. ഇതിൽ വേറൊരു സംഗതി ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. ഇത് പഴയതാണ്. ഇതിൻ്റെ പുതിയ ഒരെണ്ണം ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഫേവറേറ്റ്. ഇത് മാത്രമാണ് എനിക്ക് ഫേവറേറ്റ്. ഇതെൻ്റെ ഒരു മാനസികാവസ്ഥയിൽ വരക്കുന്നതാണ്. പ്രാന്ത് തോന്നുമ്പോൾ പ്രാന്ത് വരച്ച് വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ ഇത് ഞാൻ 100 ദിന വരകൾ തുടങ്ങുന്ന ടൈമിൽ വരച്ചതാണ്. ഇതും ലിറ്ററലി മീയാണ്. ഇതുണ്ടോ, ഇത് ഞാൻ വരച്ചത് എൻ്റെ ഒരു നൊസ്റ്റു ഫീലിങ്സ് ആണ്. ഇത് ഞങ്ങളുടെ കാവ്, ഇത് ഞങ്ങളുടെ പഴയ വീട്, ഇത് ഞാനും എൻ്റെ ബ്രദറും. പിന്നെ ഇത് പണ്ട് ഞങ്ങൾ പക്ഷിക്കുഞ്ഞുങ്ങളെ തേടിപ്പിടിച്ച് കണ്ടെത്തി അവരെ വളർത്തുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു, അത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ചിമ്മിണിയില്ലേ, ചിമ്മിണിക്കൂട്, നിങ്ങൾ എന്താ പറയുക നമുക്കറിയില്ല. ഞാൻ ചിമ്മിണിക്കൂടായിരുന്നു നമുക്ക് പണ്ടുണ്ടായത്, കറണ്ടൊക്കെ കിട്ടുന്നതിന് മുന്നേ.
ഇത് ഞങ്ങളുടെ സ്ഥിരം, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ബുക്സ്. പിന്നെ ഞങ്ങളുടെ പുഴയിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകും. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ഒരു ബാല്യകാല നോസ്റ്റൂനെ വരച്ച് വെച്ച ഒരു ചിത്രമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതൊന്നും ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ വരക്കാം എന്ന് വിചാരിച്ചിട്ട് വരച്ചതാണ് ഇതൊക്കെ. ഇതെനിക്കൊന്നും ആ സമയത്ത് പിൻട്രസ്റ്റിലൊന്നുമല്ല, ഞാൻ ഗൂഗിളാണ് റെഫർ ചെയ്യുക. ഇതും ഞാൻ അങ്ങനെ ഈ ആള് മരിച്ച സമയത്താണെന്ന് തോന്നുന്നു ഞാൻ വരച്ചത്. ഇതൊക്കെ അങ്ങനെ വരച്ച ഐറ്റംസാണ്. ഇത് കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ വരച്ചൊരു സാധനമാണ്. കോവിഡിന് ഈ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട്, ഒരു ചൈനയിൽ ഇങ്ങനത്തെ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ വരച്ചതാണ്. എല്ലാവരും കോവിഡിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വരച്ചത്. കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വരച്ചതാണ് ഇതൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് വരച്ച കുറേ സംഭവങ്ങൾ. പിന്നെ ഇതും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ കല്യാണം 2 വീട്ടുകാരും ഓക്കെ അടിച്ച് ഫിക്സ് ചെയ്യാം, എൻഗേജ്മെൻറ്റ് സെറ്റാക്കാം എന്ന് വിചാരിച്ച ആ ടൈമിൽ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇനി ഓപ്പണായി പറയാം, നമ്മൾ വീട്ടുകാർ അറിയാതെ മീറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ രസമായിരുന്നു. അയാളെ തന്നെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന 100% ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനത്തെ മീറ്റിങ്സ് ഒക്കെ വെച്ചത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം, എനിക്കൊന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമുള്ള മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു, എനിക്ക് ആളിങ്ങനെ ഒരു ഉമ്മ തന്നു. ആ ഉമ്മ നമ്മൾ ഫോട്ടോ എടുത്തു. അങ്ങനെ തന്നപ്പോൾ ഭയങ്കര ക്യൂട്ടായി തോന്നുന്നു. അത് ഫോട്ടോ എടുത്തത് എവിടെയൊക്കെയോ കാണണം, പക്ഷെ അത് ഞാൻ അതുപോലെ വരച്ചതാണിത്. മൂക്ക് എപ്പോഴും ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു സംഗതിയായിരുന്നു മൈ ഹസ്ബൻഡിന് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചൊരു ഭയങ്കര സ്നേഹമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഞാൻ വരച്ചൊരു ചിത്രത്തിൽ ഒരെണ്ണാണിത്. ഇത് ശരിക്കും ഞാനാണ്, മറ്റത് ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ്. ഇഷ്ടമായോ? ഓക്കെ. ഇനിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇതൊക്കെ ഞാൻ അതുപോലെ ചുമ്മാ വരച്ചതാണ്. ഇത് ഞാൻ സ്ഥിരം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നാൽ ഇരിക്കാറുള്ള എൻ്റെ ടെറസ്, അങ്ങനെ വരച്ചതാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തോ വരച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നോക്കൂ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗന്ദര്യം അവരുടെ വയറിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതൊക്കെ അങ്ങനെ ചുമ്മാ വരച്ചത്. ഇതൊക്കെ എനിക്കോ ഞാൻ ഗൂഗിൾ റെഫർ ചെയ്ത് വരച്ചത്. ഇത് എൻ്റെ വീട്ടിൽ കുറേ ഗപ്പീസ് ഉണ്ട്. ഐ ലവ് ഗപ്പീസ്. ഇതും ഞാൻ കോവിഡിൻ്റെ ടൈമിൽ വരച്ചതാണ്. ഇതും ഒക്കെ അങ്ങനെ വരച്ചതാണ്. ഈ സാധനം ഇല്ലേ, പച്ചത്തുള്ളൻ, ഈ സാധനത്തിനെ കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ സാധനം വീട്ടിൽ വന്നാൽ നമുക്ക് ഭാഗ്യം വരും എന്ന് മാത്രമല്ല, ഇത് നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നൊരു ആളാണ്. അപ്പം അങ്ങനെ ഞാൻ വരച്ച ഒരാളാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണ്. ഇത് എവിടെ കണ്ടാലും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും, പോവാണ്ടിരിക്കാൻ. പിന്നെ ഇതറിയാലോ, സ്വാഭാവികമായും കല്യാണം കഴിഞ്ഞ ടൈമിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ കുട്ടികൾ കുഞ്ഞു വാവകളെ കിട്ടുമ്പോൾ നമുക്കൊരാഗ്രഹം തോന്നും, ഒരു കുഞ്ഞു വാവയെ കിട്ടിയിരുന്നെങ്കിൽ. ആ ഒരു ഇഷ്ടത്തിന് വരച്ചതാണ്. പ്രഗ്നൻസി എന്ന് പറഞ്ഞ സംഗതികളെ കുറിച്ച് ഇങ്ങനെ നമ്മൾ അറിയാൻ തുടങ്ങുന്ന ടൈമിൽ വരച്ച ഒരു സംഗതിയാണ്. അപ്പോഴാണ് എനിക്ക് കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ ഇത് ചെറിയ കാര്യമല്ല, സത്യമാണ്, ചെറിയ കാര്യമല്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ വളരെ ടൈം എടുത്തിട്ട് ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ ചുമ്മാ വരച്ചതാണ്. ഇതും ഞാനങ്ങനെ ചുമ്മാ വരച്ചൊരു സംഭവമാണ്. പിന്നെ ഇതും വെറുതെ വരച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രോയിങ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് ഞാൻ പറഞ്ഞ കഥകൾ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരച്ച സാധനങ്ങളുടെയൊക്കെ ക്യാൻവാസ് ഒരു സർപ്രൈസ് ആണെന്ന്. അത് ഞാൻ ഇട്ട വീഡിയോയിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ക്യാൻവാസ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയാം. ഇത് ഞങ്ങളുടെ കല്യാണ കത്താണ് ഗൈസ്. കേട്ടോ, ഇത് ഞങ്ങളുടെ കല്യാണ കത്താണ്. ഒരുപാട് കല്യാണ കത്ത് ബാലൻസ് വന്നു. ആ കല്യാണ കത്തിൻ്റെ ഉൾവശം ഇതുപോലെ നല്ല ഒരു ടെക്സ്ചർ ആയിരുന്നു. നല്ല ടെക്സ്ചർ പറഞ്ഞാൽ വാട്ടർ കളറൊക്കെ എന്ത് അടിപൊളിയായിട്ട് ഇതിൽ സെറ്റാവുന്നതെന്നറിയോ. അങ്ങനെ ഞാൻ എൻ്റെ അഗാധ പരിശ്രമത്തിലൂടെ കണ്ടെത്തി വരച്ച, വരക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ഒരു ക്യാൻവാസാണിത്. ഇത് ഞങ്ങളുടെ കല്യാണ കത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്യാൻവാസ് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ട്രൈ ചെയ്യുക കേട്ടോ. കല്യാണ കത്തൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് പൊളിച്ചെടുത്ത് അതിൻ്റെ ഉൾവശം നോക്കുക. വരക്കാൻ പറ്റുന്നതാണോ വരക്കുക, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ക്രാഫ്റ്റ് ചെയ്യുക. ഒരു 100-100ഓളം കല്യാണക്കത്ത് ബാലൻസ് വന്നതിൽ ഏകദേശം എല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. അതായത് ഒരു കല്യാണക്കത്ത് മുറിച്ചാൽ
4 ക്യാൻവാസ് എനിക്കിതുപോലെ കിട്ടും. ഞാൻ അതുകൊണ്ട് നൂറുദിന വരകൾക്കൊന്നും ക്യാൻവാസ് വാങ്ങിയിട്ടേ ഇല്ല. നൂറുദിന വരകൾക്ക് നല്ല അല്ലാണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും വരക്കാൻ തോന്നിയാൽ പോലും ഞാൻ ക്യാൻവാസ് വാങ്ങില്ല. ഇതിൽ ഞാൻ വരച്ച് സൂക്ഷിച്ച് വെക്കും. ഇതാകുമ്പോൾ നല്ല ഉറപ്പുള്ള ഒരു ഇതുമായില്ലേ, മനസ്സിലായില്ലേ, നല്ല ഉറപ്പുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ക്യാൻവാസ് കുറച്ച് സർപ്രൈസ് ആണെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ കഥകൾ ഇഷ്ടം ആയിട്ടുണ്ടാവുന്നു. ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസൊക്കെ കാണുന്നത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സേ ഇല്ല. എൻ്റെ കൂടെ ഈ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരൊക്കെ 3K ഒക്കെ അടിച്ച് സക്സസ്ഫുള്ളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരെ പോലെ വരക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ആകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ അടിപൊളി കണ്ടന്റായിട്ട് അടിപൊളി വരകളൊക്കെ ആയിട്ട് അടിപൊളി കഥകളൊക്കെ ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ.